27 വർഷമായിട്ട് ഇമിഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കാനപ്രോ ഇപ്പോൾ ഏകദേശം 30+ വിസ സക്സസ് ആണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മാമിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന് ഇത്ര വലിയൊരു സക്സസ് ആവുക എന്ന് പറയുമ്പോൾ കാരണം നമ്മൾ ഇത്രയും എടുത്ത ഒരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ്. അതൊരു പോസിറ്റീവ് റിസൾട്ടായിട്ട് വരുന്നു, ക്ലയൻസിൻ്റെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും വളരെയധികം സന്തോഷം. ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചിട്ട് ഒരു ധാരണയില്ലാത്ത ഒരാൾക്ക് ഒരു ഓവറോൾ ഐഡിയ ഒന്ന് മാമിന് കൊടുക്കാമോ? ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിനോടൊന്നും തന്നെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇത് എന്താ വിസ എന്ന്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി 2 വാക്ക് പറയാം. ഈ ഒരു വിസ എന്ന് പറയുന്നത് ഇതൊരു 1 ഇയറിലേക്കുള്ള ഒരു വിസയാണ്. ഒരു ജോബ് സീക്കർ വിസയാണ്. ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്ന വിസ കിട്ടി ജർമ്മനിയിലേക്ക് പോകുന്ന ഒരാൾക്ക് ഒരു വർഷം വരെ അവിടെ സ്റ്റേ ചെയ്ത് ജോലി അന്വേഷിക്കാൻ വേണ്ടി പറ്റും. ഒറ്റ വാക്കിൽ ഈ വിസയെ പറ്റി പറയാനുള്ളത് ഇത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുത്ത് പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വിസയിൽ പോകുന്ന ഒരാൾക്ക് അവിടെ ആളുടെ ഒരു ഫുൾ ടൈം ജോലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് പാർട്ട് ടൈം ആയിട്ട് ഒരു 20 hours per week വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു വിസയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്.